അല്ല ശരിയായിട്ടുള്ള കോടതി വിധിയല്ല. കോടതി വിധിയിൽ വിശ്വസിക്കുന്നു, കാരണം ഞാനൊരു വക്കീലാണ്. തെളിവ് വേണ്ടേ, അതാണ് കുഴപ്പം. പണമുള്ളവർക്ക് എന്തോ ആവാമല്ലോ. നമുക്കൊരു പ്രതിഷേധമുണ്ട്. കോടതി വിധിയെ മാനിക്കുന്നില്ല. തെറ്റ് ചെയ്യാത്തോണ്ടായിരിക്കും വെറുതെ വിട്ടത്. കോടതി വിധി അതിന് ശരിയല്ല എന്നാണ് എനിക്ക് പറയാൻ. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുക ഇങ്ങനെയോ ദൈവത്തിനറിയാം. അല്ല ശരിയായിട്ടുള്ള കോടതി വിധിയല്ല. തെറ്റ് ചെയ്തത് എല്ലാവർക്കും അറിയാമല്ലോ ആരാണ് ചെയ്തത്. കാശുള്ളവർക്ക് ഇപ്പം എന്തോ ആവാമല്ലോ, അങ്ങനെയാണ് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മളൊരു പെണ്ണല്ലേ, പോലീസൊന്നും അല്ല, മന്ത്രിയൊന്നും അങ്ങനെ ഒരു ഇതും അല്ലല്ലോ. കാശുള്ളവർക്ക് എന്തോ ആവാ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കോടതി വിധിയിൽ തൃപ്തിയല്ല. അല്ല തീർച്ചയായിട്ടും അല്ല. 6 പേരെ വിട്ടപ്പോഴേ തന്നെ മനസ്സിലായി ബാക്കി അങ്ങനെ തന്നെ വരുമെന്ന്. 6 പേരെ ശിക്ഷിച്ചപ്പോൾ പിന്നെ ബാക്കി ഇങ്ങനെ തന്നെ വരുമെന്ന് തോന്നി. കുറ്റം ചെയ്താലും തെളിവ് വേണ്ടേ, അതാണ് കുഴപ്പം. കോടതിക്ക് എവിഡൻസ്, കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലെങ്കിൽ കോടതിക്ക് ഇങ്ങനെ വിധിക്കാൻ പറ്റുകയില്ല. അതാണ് അയാൾ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ള വേറെ വിഷയം. ഇതിനെതിരെ പണമുള്ളവർക്ക് എന്തോ ആവാമല്ലോ എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഷഹബാസ് എന്ന് പറഞ്ഞ ആ മോനെ കൊന്നു കളഞ്ഞു, അന്നിങ്ങനെ തന്നെ പറയാം. കൊന്നു കളഞ്ഞിട്ട് ഇപ്പം എന്തോ ചെയ്ത് ഗവൺമെൻറ്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ, നമ്മളെ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കൂ. അപ്പം കോടതി വിധിയെ എന്താ വളരെ മ്ലേച്ഛമായിട്ടേ കാണാൻ പറ്റൂ, നല്ലതായിട്ട് കാണാൻ പറ്റൂലല്ലോ. ഉറപ്പായിട്ട് ഞാൻ അതിൽ ആദ്യമേ പറഞ്ഞ പണമുള്ളവർക്ക് എന്തോ ആവും. അത് എന്തെങ്കിലും ന്യായമുള്ളത് കൊണ്ടായാലും വെറുതെ വിടുകയുള്ളൂ. കോടതി വിധി ശരിയാണെന്നാണ് പറയുന്നത്. ശരിയായിരിക്കും. ദിലീപ് കുറ്റക്കാരനാണെന്ന് കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ അത് ഇത്രയും നാൾ ആ കേസ് നീട്ടിക്കൊണ്ടുപോയത്. കോടതി വിധി അതിന് ശരിയല്ല എന്നാണ് എനിക്ക് പറയാൻ. നിങ്ങളെപ്പോലെ ഒരു മോയ് തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതുകൊണ്ട് വെറുതെ വിട്ടെങ്കിൽ അത് നന്നായി പോയെന്നേ ഞാൻ പറയുള്ളൂ. എനിക്കും മക്കളുണ്ട്. തെറ്റ് ചെയ്യാത്തൊരു ചുരുക്കമാണ് എങ്കിൽ തന്നെയും അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയണം. ഞാൻ രാവിലെയും വാർത്ത കേട്ടിട്ടാണ് വന്നത്. ദിലീപിന്റെ സിനിമകളൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്, ദിവസവും കാണും. ഇനി ഇറങ്ങുന്ന പടങ്ങളൊക്കെ കാണും, എല്ലാ പടങ്ങളും കാണും. പൈസയുള്ളവർ ഇതുപോലെ രക്ഷപ്പെട്ടു പോകും. പൈസ ഇല്ലാത്തവർ ഇതേ സിറ്റുവേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഉള്ള നിലവിലെ തെളിവുകളൊന്നും ഇല്ലയെന്നല്ലേ പറയുന്നത്. ഒരു തെളിവ് ഒരാളും പറയാതെ ആ കൊട്ടേഷൻകാരങ്ങനെ പോയി ചെയ്യില്ലല്ലോ. അപ്പോൾ അതിൽ നമുക്കൊരു പ്രതിഷേധമുണ്ട്. എന്തെങ്കിലും ഒരു കാരണവുമില്ലാതെ ഒരാളെ ഈ ഒരു കൊട്ടേഷൻ സംഘം ഏറ്റെടുക്കില്ലല്ലോ. അപ്പം അത് ആ കൊട്ടേഷൻ സംഘം എന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ളൊരു ഇതും കൂടെ കൃത്യമായിട്ട് വേണമല്ലോ. അപ്പം നമുക്ക് നോക്കി കാണാം. ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിപരമായ ഒരു നിലപാടാണല്ലോ. ഒരു നടൻ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ആളുടെ സിനിമ കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. സിനിമാ ലോകം വേറെ, വ്യക്തിപരമായ കാര്യങ്ങൾ വേറെ. സിനിമയൊക്കെ കാണും, ഇപ്പോഴും കാണും. ദിലീപിനോട് ഒരു വ്യക്തിവൈരാഗ്യമായിട്ടില്ല, പക്ഷേ ഒരു പൊതുവായി ഒരു അതിജീവിതാന്ന് ഇവർ ഉയർത്തി പറയുന്ന ആ നടിക്കുള്ള ഒരു പരിഗണന കിട്ടിയില്ല. അതിൽ ഒരു എതിർപ്പുണ്ട്, അത്രയേ ഉള്ളൂ. അല്ല, ദിലീപിനോട് നമുക്ക് എന്താ വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. സ്വാധീനം ഉണ്ടെങ്കിൽ വലത് നടക്കും. നിയമം ജുഡീഷ്യറിയൊക്കെ പോയി, പണ്ടത്തെ ജുഡീഷ്യറിയൊന്നും അല്ല. കോടതി വിധിയെ മാനിക്കുന്നില്ല. പെണ്ണുങ്ങളെന്നും പെണ്ണുങ്ങൾ തന്നെ, പീഡനം എന്നവർ തന്നെ, കണ്ണീരും അവർക്ക് തന്നെ. കോടതി അപ്പീൽ പോകുമല്ലോ, അവർ പോയി ജയിച്ചു വരും. ജുഡീഷ്യറി വിജയം തന്നെയാണ്. പക്ഷേ അപ്പോഴപ്പോഴും കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുണ്ടല്ലോ, അവർ ന്യായം ചെയ്യുന്നില്ല എന്നത് പലതിൽ നിന്നും നമുക്ക് വിഷമമുണ്ട്. കോടതിയിലെ പ്രോസിക്യൂഷൻ വക്കീലുണ്ട്, അവരാണ് മറ്റേവർ തയ്യാറാക്കി കൊടുത്ത FIR വെച്ചാണല്ലോ പ്രതികളെ ശിക്ഷിച്ചത്. പക്ഷേ ഇയാൾ സംഭവത്തിൽ പങ്കെടുത്തിട്ടില്ല, എങ്കിലും ഇയാളെ സൂത്ര മേൽനോട്ടത്തിലാണ് കാര്യം നടന്നിരിക്കുന്നത്. പക്ഷേ ഇവർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അത് വരുത്തി കാണിക്കാനായിട്ട് പറ്റിയില്ല. അല്ല, അവനാണ് കുറ്റം ചെയ്തതെങ്കിൽ അത് പുറത്ത് വരേണ്ടതായിരുന്നു. ഇനി ഇത് മേൽക്കോടതിയിലേക്ക് പോകുന്നുള്ള തീരുമാനം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആളുടെ സൈഡിലാണ് തെറ്റെങ്കിൽ എന്തായാലും ശിക്ഷിക്കപ്പെടണം. തന്നെ ഉറപ്പായിട്ടും. കോടതി വിധിയിൽ തൃപ്തനാണോ? തൃപ്തയല്ല? ഒരിക്കലും അല്ല. ഓക്കെ, താങ്ക് യു. ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ളൊരു കുട്ടിയാണ് ആക്രമിച്ചത്, അതിന് പോലും നീതി കിട്ടുന്നില്ല. അപ്പം നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? അയാൾ ഇത്രയും വരെ സപ്പോർട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതിനൊരു നീതി കിട്ടിയില്ല. അപ്പം പിന്നെ നമ്മളെ ഒരു കുട്ടികൾക്കാണ് ഇതേപോലൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് നമുക്കൊരു സംരക്ഷണം ഉള്ളത്? എവിടെയൊക്കെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അത് തിരുത്തണം. അത് തിരുത്തിയാലേ നമുക്ക് ആ കുട്ടിയായാലും ആരായാലും ഒരു നീതി കിട്ടണ്ടേ. അതിനോട് ആക്രമണം ഉണ്ടായി, അതിനെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം സത്യമാണേ. അപ്പം അത് ചെയ്ത ഒരാളുണ്ടാവുമല്ലോ.
ഇല്ലേ? ചെയ്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ശരി, എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ബാക്കിയുള്ളവരെ നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള വിധികൾ വരണം. നിരപരാധികൾ ശിക്ഷിക്കപ്പെടില്ലേ? നല്ലൊരു ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നടനെ. സിനിമയെ കാണാം. പിന്നെ സിനിമ കാണുമോ? കാണും. അത് ശരിയല്ല. കാരണം വേറെ ഒന്നുമില്ല, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതാണ് പറയുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എങ്ങനെയോ ദൈവത്തിനറിയാം. കോടതി വിധിയിൽ വിശ്വാസം ഇന്ന് പണം ഉണ്ടെങ്കിൽ എന്ത്, എല്ലാം കണക്ക് തന്നെ. കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കണമായിരുന്നു, കൊടുത്തില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അത് തന്നെ. അത് പൈസയുടെ പുറത്തൊക്കെ ആയിരിക്കും വെറുതെ വിട്ടത്. കോടതി വിധി എങ്ങനെ നോക്കി കാണുന്നു? ശരിയായിട്ടുള്ള നടപടിയായിട്ട് തോന്നുന്നുണ്ടോ തെറ്റായിട്ടാണ്? തെറ്റായിട്ട് തന്നെ തോന്നുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, ആ പയ്യനെ ശിക്ഷിക്കുക. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷ അനുഭവിക്കണം. അത് കോടതി വെറുതെ വിട്ടില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യം തരും. കോടതി നല്ല തീരുമാനമാണ് എടുത്തത്. തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ദിലീപ് കുറ്റം ചെയ്തില്ല എന്ന് ആണ് വിശ്വാസം. കോടതിയുടെ നിരീക്ഷണത്തിലും ദിലീപ് നിരപരാധിയാണ്. തെളിവുകളുടെ അടിസ്ഥാനത്ത് ഒരിക്കലും കുറ്റവാളികൾ രക്ഷപ്പെടരുതെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ എന്തെങ്കിലും ഒരു ശരി അതിൽ കണ്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഒരു കോടതി അങ്ങനെ തീരുമാനം എടുക്കില്ലല്ലോ. ശരിയായിട്ടുള്ള വിധി തന്നെ ആയിരിക്കണം. യഥാർത്ഥ ദിലീപിന് അറസ്റ്റിലാവാനുള്ള ആളായിരുന്നു അദ്ദേഹം. കോടതി വിധി തെറ്റായിട്ടുള്ള പ്രവണതയാണ്, ശരിയായില്ല. അതാണ് എൻ്റെ അഭിപ്രായം. ശരിയല്ല എന്നു വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്. അതങ്ങനെ വിട്ടത് ശരിയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശരിയാണെന്ന്? തെളിവ് നശിപ്പിക്കാനാണ് ആ കാര്യം ഇല്ലാത്തത്. തെളിവൊക്കെ അവർക്ക് നശിപ്പിക്കാല്ലേ, പൈസ ഉണ്ടെങ്കിൽ എന്തും നടത്താം. കോടതി വിധിയിൽ യോജിക്കുന്നില്ല. ഇല്ല. സന്തോഷം സന്തോഷം സന്തോഷം. ദിലീപിന് ഇഷ്ടമായോണ്ട് വിശ്വസിക്കുന്നുണ്ട്. യോജിക്കുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെ. അത് ഓരോ പെൺപിള്ളേർ അങ്ങനെ ചതിക്കണം ശരിയുള്ള കാര്യമല്ല. അല്ലെങ്കിൽ കോടതി വെറുതെ വിട്ടതിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. കോടതി വിധി ശരി തന്നെയല്ലേ? അവൻ തെറ്റ് ചെയ്യാത്തതുകൊണ്ടല്ലേ അവനെ വെറുതെ വിട്ടത്. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അവൻ നിരപരാധിയാണെങ്കിൽ വിട്ടത് നല്ലത്. ശരിയായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ വെറുതെ വിട്ടത്. അതിപ്പോൾ കോടതിയുടെ തീരുമാനമല്ലേ? അത് കോടതിക്ക് ശരിയായത് തോന്നിയതല്ലേ കോടതി ചെയ്യത്തുള്ളൂ. അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ദിലീപ് കുറ്റം ചെയ്തെന്ന് നമ്മൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കോടതിയിലല്ലേ എവിഡൻസ് ഉള്ളത്, അതനുസരിച്ച് കോടതി ചെയ്തു. എല്ലാ കാര്യങ്ങളും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ കോടതിക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് കോടതി വിധിയിൽ വിശ്വസിക്കുന്നു. കോടതി വിധിയിൽ വിശ്വസിക്കുന്നു, കാരണം ഞാനൊരു വക്കീലാണ്. അതുകൊണ്ട്